നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആള് ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാള് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷെ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. എനിക്കറിയില്ല, നിലവിൽ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ എണ്ണത്തിന്റെ കാര്യം ഇപ്പോൾ ചില ചാനലുകളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. എണ്ണത്തിന്റെ ഒരു കണക്ക് അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം സ്വതന്ത്രമായ രീതിയിൽ കൗൺസിലർമാർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നൽകേണ്ടതായിരുന്നു. അങ്ങനെ നൽകിയാൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം എന്നോടൊപ്പം വളരെയധികം കൗൺസിലർമാരുണ്ട് എന്ന് തന്നെയാണ്. അത് ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ KPC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട്. അതിനപ്പുറമായി ഈ എന്തെങ്കിലും ഒരു പദവി ലഭിക്കാതിരുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവമില്ല. ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായാണ് ഇന്നലെ DCC പ്രസിഡന്റ് പറഞ്ഞത്. കൗൺസിലർമാരോട് ഞങ്ങൾ ചോദിച്ചു, അവരുടെ അഭിപ്രായം തേടി, അതിനുശേഷം ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു പ്രോസസ്സ് വലിയൊരു അപാകത സംഭവിച്ചതാണ്. അത് അദ്ദേഹം തന്നെ അത് വായിച്ചു നോക്കട്ടെ, ആ സർക്കുലർ വായിച്ചു നോക്കട്ടെ, ഏത് തരത്തിലായിരുന്നു അത് നടത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം വായിച്ചു നോക്കട്ടെ. അത് ഒരുപക്ഷെ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. സ്വാതന്ത്ര്യം ഒന്നുകൂടി വ്യക്തമാക്കാവോ? അവർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടായി എന്നാണ്, എന്താണ് ഉദ്ദേശിച്ചത്? അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് KPCയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം. സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു. രഹസ്യമായി കാര്യം പല ആളുകൾക്കും, പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സ് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ പിന്നീട് പാർട്ടി നോക്കേണ്ട കാര്യമാണ്. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഇത് പ്രോസസ് ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി, എനിക്ക് പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പില്ല. പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഇല്ല, എല്ലാം അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്ന് ഇതിന് പകരമായി വേറെന്തെങ്കിലും തരണം, അങ്ങനെ ഒരു വാദം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത്. ഇതിന് പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത് MP അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. ഈ പല സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഈ തീരുമാനം വഴിമാറിയെന്നൊരു വിമർശനമുണ്ട്. അത്തരം ഒരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ്. കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം, ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് KPCC വിലയിരുത്തട്ടെ.